പക്ഷേ സംസ്ഥാന സമിതി അംഗമായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണമെന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം പാർട്ടി സെക്രട്ടറിയോട് ഉന്നയിക്കുമ്പോൾ അതിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണമല്ലോ അക്കാര്യങ്ങൾ പറയാൻ. ഇന്ന് അങ്ങ് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന, ഇന്നലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തതിൻ്റെ തനിപ്പകർപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന പരാതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളും അതിലേക്ക് നയിച്ചേക്കാവുന്ന സൂചനാ തെളിവുകളും ഉണ്ടോ ശ്രീ പി വി അൻവർ? അല്ല, അതൊക്കെ ഉണ്ടാകാതിരിക്കാം, അത് പോട്ടെ. ഇപ്പോൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സെക്രട്ടറിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ താങ്കൾ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു? ഇതിലേറെ തെളിവെന്താണ്? കേരളത്തിലെ ലക്ഷക്കണക്കിന് സഖാക്കളെ വിളിച്ച് ചോദിക്കണം. കേരളത്തിലെ 14 ജില്ലയിലെ പാർട്ടി സെക്രട്ടറിമാരെ വിളിച്ച് അന്വേഷിക്കണം പാർട്ടി. കേരളത്തിലെ ഓരോ ജില്ലയിലെയും ഏരിയ സെക്രട്ടറിമാരെ വിളിച്ച് പാർട്ടിക്ക് അന്വേഷിക്കാം. ജില്ലയിലെ ഓരോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെയും വിളിച്ച് പാർട്ടിക്ക് അന്വേഷിക്കാം. ജനങ്ങളല്ലേ, അതായത് പാർട്ടി അണികളിലെ വികാരവും പാർട്ടി അനുഭാവികളുടെ വികാരവും മനസ്സിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നുവെന്ന ഗുരുതരമായൊരു ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. അതാണ് ഞാൻ അങ്ങയോട് ക്രിട്ടിക്കലായി ചോദിച്ചത്. അങ്ങൊരു പാർട്ടി സെക്രട്ടറി, സൂപ്പർ പാർട്ടി സെക്രട്ടറി ആകാൻ പാർട്ടിക്ക് പുറത്തുനിന്ന് ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സാധാരണക്കാരൻ സംശയം പ്രകടിപ്പിച്ചാൽ അങ്ങ് എങ്ങനെയാണോ അതിന് മറുപടി നൽകുക? പാർട്ടിക്ക് അതിന് സംവിധാനങ്ങളില്ലേ? അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയാലും അത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കില്ലേ? അല്ല, അതിനെ ഞാൻ ഉത്തരം പറയുന്നില്ല. അത് പാർട്ടി അന്വേഷിക്കട്ടെ. അത് പാർട്ടി അന്വേഷിക്കട്ടെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊരു വിവാദത്തിൻ്റെ വഴിയിലേക്കുള്ള ചോദ്യമാണ്. ദയവായി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. പൂർണ്ണമായ സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട് ശ്രീ പി വി അൻവർ. കാരണം അങ്ങയെക്കുറിച്ചും അതിന്റെ പുറത്തുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒരുപാട് പ്രചരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അത് ഞാൻ ഒരെണ്ണം അങ്ങയോട് പറയാം. ഇപ്പൊ അങ്ങയുടെ പേര് കൂട്ടിച്ചേർത്തൊരു നേതാവിന്റെ പേര് പി ജയരാജൻ. അങ്ങയെ വിളിച്ച് പി ജയരാജന് വേണ്ടിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പി ശശിയെ മാറ്റാൻ താങ്കളിലൂടെ നീക്കം നടത്തുന്നത് എന്നൊരു വലിയ ചർച്ച മാധ്യമ സമൂഹത്തിലുണ്ട് ശ്രീ പി വി അൻവർ. താങ്കളെ പി ജയരാജൻ വിളിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ ഇന്നലെ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. താങ്കളെ ഒരു സംസ്ഥാന നേതാവും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുകയാണ്. പി വി അൻവറിനെ ഈ നീക്കത്തിന് മുന്നിൽ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും വിളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാവുന്ന വിഷയമാണ്. പക്ഷേ സമൂഹം ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം പി ജയരാജൻ നമ്മുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ പി ശശി രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു. തിരിച്ചു വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള എന്ന ഘട്ടത്തിലാണ് ഈ നീക്കം വരുന്നത് എന്നതാണ് രാഷ്ട്രീയ വ്യാഖ്യാനം. ശ്രീ പി വി അൻവർ, താങ്കളെ ഒരാളും വിളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഈ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകർ. എന്തിനാണ് ഈ ശ്രമം പി വി അൻവറിൻ്റേത് എന്ന ചോദ്യം? അല്ല, രണ്ട് കാര്യങ്ങൾ. അരുണ്ട ചോദ്യത്തിന് എനിക്ക് ഡയറക്റ്റായിട്ട് ആൻസർ പറയാം. എന്തിനാണ് അൻവർ ഈ ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ സമൂഹം, ഈ പാർട്ടി, ജനങ്ങൾ പോലീസിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പാർട്ടി പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് മാനസികമായി അകന്നു നിൽക്കുന്നത്, അനുഭാവികൾ വിട്ടുപോകുന്നത്, അതിനൊക്കെ കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത് ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമായി. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ഞാൻ സംസാരിച്ചോ? ജയരാജേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചു? ഞാൻ ഒരാളുമായി സംസാരിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ ബഹുമാനപ്പെട്ട അരുണിനോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്, ജനങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കാരാട്ട് റസാഖ്, മുൻ MLA, അദ്ദേഹം ഇന്നലെയും മിന്നാന്നും നടത്തിയ പ്രസ്താവനകൾ സത്യത്തിൽ ഒരു കോക്കസ് ആക്കാൻ ശ്രമം നടക്കുക. അവരെ കുറ്റം പറയുന്നില്ല. കാരണം ജലീൽ എന്നെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ജലീലുമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ജലീലുമായി കണ്ടിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാരാട്ട് റസാഖിനെ അദ്ദേഹത്തിൻ്റെ മകളുടെ വീടിൻ്റെ കുടിയിരിക്കൽ ഏകദേശം ഒരു 8-9 മാസം മുമ്പാന്ന് തോന്നുന്നു. ആ വ്യക്തിയെ ഞാൻ അന്ന് കണ്ടതാണ്, അന്ന് സംസാരിച്ചതാണ്. പക്ഷേ ഇന്നലെ ഞാൻ വിളിച്ചു റസാഖിനെ വൈകിട്ട്. റസാഖ് ഭായ്, നമ്മൾ ഇങ്ങനെ ഈ ഒരു വളരെ സദുദ്ദേശത്തോടു കൂടി ഇങ്ങനെ പോകുമ്പോൾ താങ്കളുടെയൊക്കെ പ്രസ്താവനകൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. ഈ മൂവ്മെൻറ്റിന് അത് തടസ്സമാവും. അതുകൊണ്ട് അങ്ങ് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട അരുൺ, ഇതാണ് ഇതിൻ്റെ വാസ്തവം. അല്ല, കാരാട്ട് റസാഖ് ഇന്നലെ എന്നോട് പറഞ്ഞത് നിങ്ങൾ 3 പേരും കൂടിയാലോചന നടത്തിയെന്നാണ് ലൈവിൽ. പരിപൂർണമായും തെറ്റാണ്. പരിപൂർണമായും എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷി നിർത്തി പറയുന്നു, പരിപൂർണമായും തെറ്റാണ്. അത് പരിശോധിക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ വേണമെങ്കിൽ നമുക്ക് ഈ കോൾ രജിസ്റ്റർ എടുക്കാം. ഞങ്ങൾ താങ്കളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം ഇത്രയും കാര്യങ്ങൾ സധൈര്യം താങ്കൾ പറയുന്നു. പറഞ്ഞതുപോലെ IPS ലോബിക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് താങ്കൾ നടത്തുന്നത്. IPS ലോബി അത്ര ചെറുതല്ലെന്ന് നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും ഞാനിതൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. ആ ദൈവം നിശ്ചയിച്ചതേ ഭൂമി. എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ജനങ്ങൾ തിരഞ്ഞെടുപ്പ് ഒരു ജനപ്രതിനിധി നിലയ്ക്ക്
ഈ ഗവൺമെൻറ്റിനെയും ഈ പാർട്ടിയെയും സംരക്ഷിക്കേണ്ട ബാധ്യതയിൽ ഒരു ചെറിയ അംശം എനിക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഉത്തരവാദിത്തം എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിനും ഈ പാർട്ടിക്കും വേണ്ടി ഞാൻ ചെയ്യുന്നത്.